കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പണിമുടക്ക് വന്നത് ഓർമ്മയുണ്ടോ? അന്നേ ദിവസത്തേക്ക് മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് പണിമുടക്ക് വന്ന് പെട്ടുപോയ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ ഇത്. അതോടൊപ്പം ആലപ്പുഴയിൽ നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ട കുറച്ച് മസ്റ്റ് വ്യൂസിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ നാളെ ആണ് സ്ട്രൈക്ക്. നമ്മൾ നാളെ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷേ സ്ട്രൈക്കിനിടയിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് തലേന്നേ നമ്മൾ തിരിച്ചു. അങ്ങനെ രാത്രി നമ്മൾ ആലപ്പുഴ എത്തി. എവിടെ നിൽക്കുന്നോ എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നോ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ മാരാരി ബോബിൻസ് എന്ന് പറഞ്ഞിട്ടൊരു വില്ല ഓൺലൈൻ കാണുന്നതും അതിൽ ബുക്ക് ചെയ്യുന്നതും. വളരെ പെട്ടെന്നെടുത്ത ഡിസിഷൻ ആണെങ്കിലും ഞങ്ങളുടെ ട്രിപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നായിരുന്നു കേട്ടോ ഇത്. ഒരു വീടിൻ്റെ മുകളിലായിട്ട് പേയിങ് ഗസ്റ്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള 3 റൂമുകളായിരുന്നു. ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ എങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിഗണിച്ച് തരാം കേട്ടോ. ഈ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ നമുക്കൊരു ലോക്കൽ ബീച്ച് പോലത്തെ ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യാം. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ സ്ട്രൈക്കിൻ്റെ അന്നത്തേക്ക് പ്ലാൻ ചെയ്ത അബാദ ഹോട്ടലായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ നിന്ന് വളരെ അടുത്തായിരുന്നതുകൊണ്ട് തന്നെ സ്ട്രൈക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പേടിച്ച പോലെ അഫക്റ്റ് ചെയ്തില്ല കേട്ടോ. ഇത് ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ഏരിയയിലുള്ള ഒരു ബീച്ച് സൈഡുള്ള ഒരു റിസോർട്ടാണ്. നമ്മളൊരു പൂൾ വില്ലാണ് എടുത്തത്. ഇതല്ലാതെ തന്നെ ഇതിനുള്ള നമ്മൾ നോർമൽ വില്ലകൾ എടുത്താലും കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. ഇതിനുള്ളിൽ കുറേ പോണ്ടും നടക്കാൻ കുറേ ഏരിയയും കുട്ടികൾക്ക് പാർക്കും പോരാത്തതിനൊരു ഫാം വരെ ഇവർക്കകത്തുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ ഒരു ബീച്ച് ഏരിയയുണ്ട്. വളരെ ക്ലീനാണ്. അതുപോലെ തന്നെ ഇവരുടെ ഗസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നല്ല പ്രൈവസിയാണ്. പിറ്റേന്ന് രാവിലെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് സർക്കാരിൻ്റെ വേഗ ബോട്ടിലേക്കാണ്. 4 മണിക്കൂറുള്ളൊരു ബോട്ട് റൈഡാണ് വേഗ. ഇതിലെ ഓരോ സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. AC ആൻഡ് നോൺ AC കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. AC ഒരാൾക്ക് 600 രൂപയും നോൺ AC ഒരാൾക്ക് 400 രൂപയാണ്. ഞങ്ങൾ പോയ അന്ന് സ്ട്രൈക്കിൻ്റെ പിറ്റേന്നായിരുന്നത് കൊണ്ട് തന്നെ കുറേ ക്യാൻസലേഷൻ വന്നതുകൊണ്ട് യൂഷ്വലി ഇതിൽ ഫുഡ് കൊടുക്കുന്ന കുടുംബശ്രീ ചേച്ചിമാരന്ന് ഫുഡ് തന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഊണുൾപ്പെടെ ഈ ബഡ്ജറ്റിൽ ഈ ട്രിപ്പ് വെർത്തിറ്റാണ്. പാതിരാമണൽ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഏരിയ കൂടി നമുക്ക് കാണാൻ പറ്റും. അന്ന് രാത്രി പിറ്റേ ദിവസം ഒരു അടിപൊളി സ്പോട്ട് കൂടി കാണാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പാടം എന്നൊരു റിസോർട്ടിലാട്ടോ നിന്നത്. ആ കണ്ട ലേക്ക് വ്യൂ പോലത്തെ സ്ഥലമില്ലേ, അത് മുഴുവൻ പാടാണ് ആക്ച്വലി. ഈ പൂക്കൾ കാണുമ്പോൾ ഇനി ഞാൻ സ്ഥലം പറയണ്ടല്ലോ, അത് തന്നെ മലരിക്കൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു ബോട്ട് റൈഡും പൂക്കളും കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ ആലപ്പുഴ പോകുന്നെങ്കിൽ ഈ സ്പോട്ട്സ് നോട്ട് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.